അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ വിശുദ്ധന്മാരായ ദൈവദാസന്മാർക്ക്, പ്രിയ പിതാവിനെ, പിതാക്കന്മാർക്ക്, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. സഭായോഗത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപയും ഭാഗ്യവും നൽകി. കേൾപ്പിക്കപ്പെട്ട സാക്ഷ്യങ്ങളും ദൈവവചനവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ വേദ പഠന ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം അതിന്റെ 2-3 വാക്യങ്ങൾ ധ്യാനവാക്യമായി വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതായി. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ മുള എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അതിനായി ഒരുക്കി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുള എന്ന വിഷയത്തെ കുറിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത്, അയ്യത്ത്, പുരയിടത്തിന്റെ വടക്ക് മൂലയ്ക്ക് നിൽക്കുന്ന മുളയുടെ കാര്യം അല്ല പറയുന്നത്. തോട്ടിൽ ഉണ്ടാക്കുവാൻ വെട്ടി മുറിക്കപ്പെട്ട് അതിൻ്റെ അറ്റത്തൊരു അരുവ വെച്ച് കിട്ടുന്ന ആ മുളയുടെ കാര്യമല്ല ഈ പറയുന്നത്. മുളയിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്, അരച്ച് തിളക്കിയിട്ട്. ആ മുളയുടെ കാര്യം അല്ല പറയുന്നത്. വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുള എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തി. മുള എന്നാൽ എന്താണ്? യേശുക്രിസ്തുവിനെ മുളയോട് ബന്ധപ്പെടുത്തിയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 850 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് അക്കാര്യം രേഖപ്പെടുത്തി. 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വേദഭാഗം. അത് യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 2 മുതൽ താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങളിൽ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്വത്തെ എന്താണ്? അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ് യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 2 മുതൽ പറയുന്ന തിരുവെഴുത്തുകൾ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ഈ ഭാഗം. അപ്പോൾ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെ ഒരു മുളയായവൻ പൊട്ടിപ്പുറപ്പെടുമെന്നാണ്. എവിടുന്നാ പുറപ്പെടുന്നത്? ഇതെങ്ങോട്ടാ പുറപ്പെടുന്നത് എന്നൊക്കെ വേദപുസ്തകം വളരെ വ്യക്തമായ തെളിവ് നൽകുന്നുണ്ട്. ഊഹാമുഖത്തോടെയോ ഒന്നും നമുക്ക് പ്രസ്താവിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യിശായിയുടെ കുത്തിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അപ്പൊ ഈ മുള യെശയ്യാവ് 11-ന്റെ 1 പറയുന്നത് യിശായിയുടെ കുത്തിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. യിശായിയുടെ കുത്തിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മുളയാണ് ദാവീദിന്റെ മുള. ദാവീദിൻ വംശത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. അപ്പോൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ യിശായിയുടെ കുത്തിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പറയുന്നു.
ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. അപ്പോൾ യിശായിയുടെ മുറ്റിൽ നിന്നൊരു മുള, ആ മുള ദാവീദിന്റെ വംശത്തിൽ പോയി ദാവീദിന്റെ വംശത്തിൽ നിന്ന് യേശു ക്രിസ്തു ഭൂജാതനായി. അപ്പോൾ പ്രവാചകൻ മുള എന്ന് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. യേശു ക്രിസ്തു എന്ന മുള യിശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടി പുറപ്പെടുകയാണ്. ഞാനും നിങ്ങളും ഈ ലോകപ്രകാരം ഒരു കുടുംബത്തിൽ ജനിച്ചവരാ. നമ്മുടെ പിതാക്കന്മാരൊക്കെ വളരെ പേരും അഡ്രസ്സും ഒക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ യിശായിയുടെ കുറ്റിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഭാഗം പറയുന്നത് അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് എന്ന് പറഞ്ഞ യെശയ്യാപ്രവചനം 11-ാം അധ്യായം താഴോട്ട് ആ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോ ആരാധിക്കുന്ന യേശു ക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായ ഒരു അറിവ് ഹൃദയത്തിൽ ലഭിച്ചിട്ട് വേണം ഈ കർത്താവിനെ ആരാധിക്കാൻ. രണ്ടുപേരും പ്രാർത്ഥിച്ച് രണ്ട് സാക്ഷ്യവും പറഞ്ഞ് പോകുവാനല്ല ദൈവം ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതൊരു ഓർഡറായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോയി. ആ ഓർഡറൊക്കെ പൊട്ടി മാറണം. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ആ യേശുവിനെ ആരാധിക്കും. ആ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ യേശു മഹത്വത്തിന് യോഗ്യനാണ്. ആ യേശു മരണത്തെ ജയിച്ചവനാണ്. ആ യേശു രണ്ടാമത് വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് വാക്കു പറഞ്ഞവനാണ്. ലോകത്തിൽ വീണ്ടും വരാമെന്ന് വാക്കു പറഞ്ഞവരാരുമില്ല. ഒരേ ഒരുവൻ മാത്രമേ ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും, വീണ്ടും വരും. യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും. വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശ ലക്ഷണങ്ങൾ കണ്ടു ഒരു വരവിന്റെ ലക്ഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമെന്നും യേശുവിന്റെ വരവിന്റെ ലക്ഷണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പോൽ കൊട്ടാരക്കരയിലുള്ള ദൈവമക്കളെ വരവിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞ് കേട്ടുമിരിക്കവേ ആ യേശുവിനെ എതിരേൽപ്പാൻ ജീവിതയാത്രയിൽ ഒരുങ്ങിക്കൊള്ളാം. എപ്പോൾ വരുമെന്ന് പ്രവചിപ്പാൻ നമുക്ക് അർഹതയില്ല. യേശു വരുമെന്ന് പ്രവചിച്ച ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് ആളുകൾ യേശു വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്, പ്രവചിച്ചവരുണ്ട്. എന്നാൽ അവരൊന്നും പറഞ്ഞ ഡേറ്റിൽ യേശു വന്നില്ല. അവരൊന്നും പ്രവചിച്ച ഡേറ്റിൽ യേശു വന്നില്ല. അവരൊക്കെ പ്രവചിച്ചു കാലഘട്ടങ്ങളെ കൃത്യമായി പറഞ്ഞുകൊണ്ട്, പക്ഷേ യേശു വന്നില്ല. യേശു എപ്പോൾ വരുമെന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. യേശു വരും. യേശു വരും. യേശു വരുമ്പോൾ അവനോട് ഒരുമിച്ച് പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ, പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ എനിക്ക് പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതിയെനിക്ക്. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതിയെനിക്ക്. നമ്മുടെ പ്രത്യാശ അതാണ്. രോഗം മാറുന്നതും പനി വിട്ടു പോകുന്നതും ബന്ധനങ്ങൾ അഴിയുന്നതും ഒക്കെ നമ്മുടെ യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഭൂതങ്ങൾ അഴിഞ്ഞു പോകും, അതതിന്റെ നിലയിൽ പൊയ്ക്കൊള്ളും. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, അതതിന്റെ നിലയിൽ പൊയ്ക്കൊള്ളും. എന്നാൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രിയൻ വരുമ്പോൾ യേശുവിനെ
കൂടെ ഹല്ലേലൂയ എനിക്കുമായിരിക്കണമെന്നുള്ള ഒരു ഉത്തമമായ ഒരു ഉറപ്പ് ജീവിതയാത്രയിൽ ഇന്ന് പകൽ പ്രാപിച്ച് ആ വിശ്വാസത്തിൽ ജീവിപ്പാൻ ദൈവമക്കൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ആമേൻ. സ്തോത്രം. ജീവിതയാത്രയിൽ യേശുവിനെ നോക്കി ജീവിക്കുമ്പോൾ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകാം. എന്നാലും അതിനേക്കാൾ അപ്പുറത്ത് പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ ഞാൻ പോകും എന്നുള്ള ആ ഒരു ഉത്തമമായ ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പ് എങ്ങനെ പ്രാവർത്തികമാകുവാൻ കഴിയും, എങ്ങനെ നമുക്കത് വർണ്ണിപ്പാൻ കഴിയും? യെശയ്യാ 11 പറയുന്നത് ആ കൊമ്പിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. യെശയ്യാ 11 പറയുന്ന കൊമ്പ്, യെശയ്യാ 11 പറയുന്ന വേര്, യെശയ്യാ 11 പറയുന്ന ഫലം, യെശയ്യാ 11 പറയുന്ന ആത്മാവ്, ഇതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച്. വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് താമസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവീകത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അവർ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നതായി തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതയാത്രയിൽ ലക്ഷ്യം തെറ്റിയവരായിട്ടില്ല, ലക്ഷ്യമുള്ളവരാണ്. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അപ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവവചനത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപയും ബലവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് 20 മിനിറ്റാണ് നമ്മുടെ സന്ദേശം. ആ 20 മിനിറ്റ് ഇവിടെ തീരുകയാണ്. ദൈവം ഈ വചനങ്ങളാണ് നമ്മെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സഹായകം കടന്നു വന്ന ദൈവജനത്തിന് ആത്മാവിന്റെ തീയുടെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറച്ചു. ദൈവത്തിന് മഹത്വം വർണ്ണിപ്പാനിടയായി. ആ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിവിധ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്നൊരു സ്നേഹം അറിയിക്കുന്നു. സിലോൺ പെന്തിക്കോസ്ത് മിഷൻ സഭയുടെ എല്ലാ കൂട്ടങ്ങളെയും വഹിച്ചുകൊണ്ട്, എല്ലാ നേതൃത്വങ്ങളെയും വഹിച്ചുകൊണ്ട്, എല്ലാ വിശുദ്ധന്മാരെയും വഹിച്ചുകൊണ്ട് ഇത് മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പമുള്ള എല്ലാ കൂട്ടുവേലക്കാരെയും, എല്ലാ വിശ്വാസികളെയും, ദൈവസഭയെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി തുടർന്നുള്ള പ്രാർത്ഥനാ നിമിഷങ്ങൾ കൂട്ടമായി ചേർന്നിരുന്നുകൊണ്ട് ഓരോ വിഷയങ്ങൾക്കും വേണ്ടി നാം കൂട്ടമായി വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അതിനായി ഒരുക്കട്ടെ. ഈ വചനം കേട്ട, ഈ വചനം ഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രസംഗം ലൈവ് ഫേസ്ബുക്കിൽ പോവുകയാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ യൂട്യൂബിലൂടെ, ഈ ഫേസ്ബുക്കിലൂടെ ഈ സന്ദേശം ഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ നടന്നു വരുന്ന ഈ പെന്തക്കോസ്തൽ മിഷൻ ആരാധനയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.